നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഈ ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, വ്യൂ വീഡിയോസ് ഉണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 വർഷം മുമ്പേ ഉള്ള വ്യൂസും ഡാറ്റാസും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിളാണ്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ ലൈവ് റൂമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ ഞാൻ ഈ ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിഫ്റ്റി എന്നുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഫോറക്സ്, ക്രിപ്റ്റോ, MCX, കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ ചാർട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു മനസ്സിലായി. ഇപ്പം ഞാനതിൽ ഇപ്പം എന്താണ് കാണിക്കാൻ പറ്റാത്തതാണെങ്കിലും വേണ്ട, ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഗ്യാസിൽ 8,000 രൂപ വരെ ലോസിലായ ഒരു വ്യക്തിക്ക് നമുക്കത് ഏറെക്കുറെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വളരെ എന്താ വെച്ചാൽ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കാൻ പോയിട്ടും ഞാൻ പറഞ്ഞു 2-3 ദിവസമായിട്ട് നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണാൻ പറ്റും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവസീനെ ബാധിക്കുന്ന കേസാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ 2 ദിവസമായിട്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ പുറകെ തന്നെയാണ്. അപ്പം അത് ഞാനത് കാണിച്ചു തരാം, സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വാസമാവണമല്ലോ. അദ്ദേഹം എടുത്തിട്ട് ആവറേജ് ചെയ്തു. ഞാൻ പറഞ്ഞു 2.86 നാച്ചുറൽ ഗ്യാസ് മിനിഞ്ഞാന്ന് തൊട്ട് ഹോൾഡ് ചെയ്യാണ് കേട്ടോ. ഓപ്ഷൻസ് 200ൻ്റെ ഒരു സി ആണ്. ഇത് ഇവിടം തൊട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ഈ ഭാഗത്തേക്ക് കൊടുത്തു. ആവറേജ് ചെയ്ത് നല്ല ലോസിലേക്ക് പോയി. ദെൻ ഈ ഭാഗത്തു നിന്നാണ് അത് ഹോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങി. 2.80 നിന്ന് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 2 മണിക്കൂറിൻ്റെയാണ് ഞാൻ RSI നോക്കിക്കൊണ്ടിരിക്കണേ. ഇവിടെ നിന്നുള്ള ആ ഒരു ഭാഗം ക്രോസ് ചെയ്ത് നേരെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അത്ര അക്യുറേറ്റ് ആയിട്ട് അറിയാനായിട്ട് ഈ ഒരു ചാർട്ട് വളരെ അഡ്വാൻറ്റേജ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് നമുക്ക് അറിയാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് പഠിക്കാനുള്ളവർക്ക് പഠിക്കാം. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിംഗ് റൂമുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോയി നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം 210% ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതല്ല, പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റഡി റൂമുണ്ട്. അത് സ്പെഷ്യലായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമാണ് അതിനകത്തോട്ട് ആഡാക്കത്തുള്ളൂ. അപ്പോൾ പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്തിനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു 100% ഉറപ്പുള്ള എൻട്രി ഒക്കെ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 101% ഉറപ്പുള്ള എൻട്രി നമുക്ക് കിട്ടും. സ്ഥിരമായിട്ട് ലോസ് വരുന്നവർ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് ലോസിലേക്ക് പോകുന്ന ആൾക്കാർ എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളതിൻ്റെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ലൈവ് വീഡിയോ. ആ ലൈവ് വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ ഈ ഇടുന്ന വീഡിയോയുടെ തൊട്ട് പുറകിലോ കിടപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ട്രേഡിംഗ് ഒരു ഗ്യാംബ്ലിംഗ് അല്ല. കറക്റ്റായിട്ടുള്ള കണക്കുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും. പക്ഷെ അത് ഒരു രാത്രി കൊണ്ടോ 2 രാത്രി കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് 1.5 വർഷം ഈ ഒരു ചാർട്ട്, ഈ ഒരു നിഫ്റ്റി 1.5 വർഷം കണ്ണ് ചിമ്മാതെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. അപ്പം ഞാൻ അത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു.
ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് സെറ്റ് ചെയ്ത് അപ്പോൾ അതിനകത്തൊരു 1.5 വർഷത്തിലൊരു 1 വർഷം പോട്ടെ, ബാക്കി 6 മാസം. അപ്പോൾ ഒരു 6 മാസം ഈ ലോസ് ഉള്ളവരോ അല്ലെങ്കിൽ ഒരു എന്താ പറയണേ ട്രേഡിങ് കഴിച്ചിട്ട് ഇറക്കാനും പറ്റാനുള്ള മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട്. പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ ലോസ് ഉണ്ടോ? ഇഷ്ടം അതിനൊക്കെ പ്രോഫിറ്റിനേക്കാൻ്റെ ഒരു 10 ഇരട്ടി ലോസ് ഉണ്ട്. പക്ഷെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ലോസ് വന്ന ആൾക്കാരെയും ഒരു എന്താ പറയണേ ഇതിൽ പിടിച്ച് നിർത്തുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. പക്ഷെ പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങൾ ഒരു സമയത്തെടുത്ത പ്രോഫിറ്റ് എന്തുകൊണ്ട് കിട്ടിയെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് പോകുമ്പോഴത്തേക്കും അത് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യാനെടുത്ത് ശ്രമിക്കുക. എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം. നമ്മൾ എന്തായാലും 25,000 പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ 25,000 പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് 25,100, 25 ഓൾറെഡി വന്നതാണ്. ഇനി 25,100 നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഏരിയ. നാളെ എക്സ്പയറി ഡേറ്റ് ആണ്. ഇത് എന്താ പറയണേ മാർക്കറ്റ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് 2 ദിവസം വന്നു. ദെൻ ഇവിടെ ഇപ്പം നമ്മൾ വേറെ പല ചാർട്ട് പാറ്റേണൊക്കെ വരക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതും കൂടെ ഞാനിവിടെ ഒന്ന് വരച്ചിട്ടേക്കാം ഏകദേശം കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നു, നേരെ താഴത്തോട്ട് വരുന്നു. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ കുറച്ച് ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാർക്കറ്റ് നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ നമ്മുടെ ലൈൻ ഇവിടെ വരച്ചു. ഏതാണ് മാർക്ക് ചെയ്യണത്? ഓക്കെ, റെഡ്. മാർക്കറ്റ് 2 രീതിയിൽ മുകളിലോട്ട് പോകാം. ഇവിടെ നിന്ന് പോകാം, എന്നിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തോട്ട് റീടെസ്റ്റ് എടുക്കാം. ദെൻ മാർക്കറ്റ് 25,100 നാളെ പോവാം. നേരെ മറിച്ച് ഇവിടെ നിന്ന് 2 രീതിയിലാണ് മാർക്കറ്റ് ഇനി ഡൗൺ ആണ്. താഴത്തോട്ട് വരാം, എന്നിട്ട് ഇവിടെ റീടെസ്റ്റ് എടുക്കാം, പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് ആയെന്നും പറഞ്ഞിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സാറിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒന്ന് പോയി ഒന്ന് റീടെസ്റ്റ് അടിച്ചിട്ടാണ് പിന്നെ മേളിലോട്ട് മാർക്കറ്റ് പോകാറായിട്ടുള്ള മെജോറിറ്റി ചാൻസ് കണ്ടേക്കുന്നത്. അപ്പോൾ നാളെ ആ രീതിയിലാണോ മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 25,100 നോർമലി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ. 25,100 അത് മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ രാവിലെ ഒരു 10-12 മണി വരെയൊക്കെ ഒന്ന് മെൽറ്റിംഗ് ആക്കും. മാക്സിമം മെൽറ്റിംഗ് ആക്കിയതിന് ശേഷം DK വരുത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. ചിലപ്പോൾ നാളെ ഫുള്ള് എന്ത് ചെയ്യും, നാളെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട്. നാളെ ഫുള്ള് DK ആക്കും. ഫുള്ള് DK ആക്കിയിട്ട് നമ്മൾ 25,100 പോകുമെന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് മറ്റന്നാളായിരിക്കും മുകളിലേക്കോട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു മാർക്കും കൂടെ ഇട്ട് വെക്കാം. അപ്പോൾ എൻ്റെ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പാണ് നാളെ ഞാൻ അപ്പിലേക്കാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ഈ ഒരു 25,000 ബ്രേക്ക് ചെയ്ത ഒരു 60% എങ്കിലും ക്യാൻഡിൽ മുകളിൽ നിന്നാൽ പിന്നെ അത് എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇടാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഒരു റീടെസ്റ്റ് വന്നിട്ടായിരിക്കും പിന്നെ മുകളിലോട്ട് പോകുന്നത്. ആ റീടെസ്റ്റ് എവിടം വരെ വരും എന്നുള്ള കാര്യം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ലൈവ് മാർക്കറ്റിൽ ചാർട്ട് നോക്കിയാലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 25,000 ബ്രേക്ക് ചെയ്ത് പോകണം. അത് 25,100 മൂവ് ചെയ്യണത്. നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ 24,954 അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. ആ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുന്നത് സ്കാൽപ്പിങ്ങിന് പറ്റിയ ഏരിയ ആയിട്ട് വേണം കാണാനായിട്ട്. 24,954 24,906 ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സ്കാൽപ്പിംഗ് ആണ്. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഇത്രയൊന്നും പോവില്ലായിരിക്കും. എങ്കിലും മാർക്കറ്റ് നോക്കുന്ന ഒരു ഏരിയ, അടുത്ത ഒരു ടാർഗറ്റ്, അതായത് താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ ആദ്യം കാണുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് 24,605 അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അവിടെ മാർക്കറ്റ് എങ്ങനെ തിരിയാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ RSI അതേപോലെയുള്ള ബാക്കി ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെജോറിറ്റി ഇതുപോലത്തെ ചാർട്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെയും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നമുക്ക് എപ്പോഴും ഒരു 50-50% ചാൻസസ് ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ലൈനിൽ പ്രൈസ് ആക്ഷൻ വരച്ച് നോക്കുന്നു, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുമെന്നറിയാം. പക്ഷെ അതിൽ 50-50 ചാൻസാണ് ഏതൊരു ട്രേഡർക്കും, അതായത് നോർമലി ഉള്ള ട്രേഡറുകൾ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട്.
അപ്പോൾ നമുക്ക് അതിലൊക്കെ കുറച്ചും കൂടെ ഇത് ബ്രേക്കൗട്ട് ആവാൻ ഏത് ബ്രേക്കൗട്ടാണ് എൻ്റെ നിങ്ങൾ ലൈവ് വീഡിയോസ് മെജോറിറ്റി എടുത്ത് കണ്ടാൽ അതിന് ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ അതിന് ഹൈ വോളിയം ആയിരിക്കും, സിംഗിൾ ക്യാൻഡിലിൽ 25-35 പോയിൻ്റൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് ആ RSI ഒക്കെ വെച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ഇവിടെ ഹൈ ബ്ലാസ്റ്റ് നടക്കുമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്, പല വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം. അതിനൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ചാർട്ടാണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെജോറിറ്റി ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും വളരെ ലെവലായിട്ടുള്ള ഒരു ബ്രേക്കൗട്ടാണ്. കഴിഞ്ഞ 3 ദിവസത്തെ റെസിസ്റ്റൻറ്റ് ലെവലാണ് താൽക്കാലികമായിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷൻ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പോകാനുള്ള ഏരിയ 25,075 25,075 മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് 25,100 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 25,200 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. അതേപോലെ തന്നെ 25,020 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ 24,975 960 ആയിരിക്കും. നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഏരിയ 25,075 അതുക്കും മേലെ 25,100 നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളുടേതായിട്ടുള്ള ടാർഗറ്റ്. നമ്മൾ മാർക്കറ്റിൽ മുഴുവനും കൂടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ല, തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് സന്തോഷപൂർവ്വം മാർക്കറ്റിനെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ ഹൈലി ഡമ്പാണ് 24,660 അത് എത്രത്തോളം വരും, അത് എവിടം വരെയൊക്കെ വന്ന് സപ്പോർട്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലാണ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും 24,800 സ്ട്രൈക്ക്, സിയിൽ 24,800, 24,900, 25,000, 25,200. സിയിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 25,100, 25,000. പിന്നെ പിയിൽ അതിൻ്റെ പുറകോട്ട് കിടക്കണ എല്ലാം മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് 24,900, 24,800 അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, അപ്പോൾ കഴിഞ്ഞ 2 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം മുമ്പ് ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പേഴ്സണലായിട്ടുള്ളൊരു സത്യം പറഞ്ഞ മൈൻഡ് സെറ്റൊന്നും ഓക്കെ അല്ലായിരുന്നു. ഇന്നലെ നമ്മുടെ 2-3 സുഹൃത്തുക്കൾ ഈ വയനാട് ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. വ്യൂ പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിലാണ് നല്ല നല്ല തോട്ട്സുകൾ നമ്മുടെ ചിന്തയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുകയാണെങ്കിൽ ഒരു എന്താ പറയണ്ട, ഒരു പോസിറ്റീവ് വൈബും എനർജിയൊക്കെ ഉണ്ടെങ്കിൽ വ്യൂ പറയാൻ തന്നെ ഒരു രസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ, എക്സ്പയറി ഡേ ആവട്ടെ. അതേപോലെ തന്നെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ. പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, അതേപോലെ തന്നെ ലൈവിലേക്ക് വരാനുള്ളവർക്ക് ലൈവിലേക്ക് വരാം. എന്നെ നേരിട്ട് വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർ മറ്റേ കമൻസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് കമൻസ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ പല രീതിയാണ്, പല വീഡിയോസ് അതൊക്കെ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്ന തന്നെ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് മെസ്സേജ് പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുമെന്ന് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ താല്പര്യം അത്ര അധികമായിട്ടുള്ള ആൾക്കാർ എന്നെ നേരിട്ട് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താ അങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവരെന്തായാലും വിളിക്കും. അല്ലാത്തവർ വെറുതെ എൻക്വയറിക്ക് വേണ്ടി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ തൊണ്ട പറ്റിക്കണമെന്നല്ലാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതല്ലല്ലോ നിങ്ങൾ വിശ്വസിക്കണ്ടേ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ചാർട്ട് പഠിപ്പിക്കുന്നു, ഇത് സൂപ്പറാണ്, ഇത് 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ചാർട്ട് പഠിപ്പിക്കുന്നവരാണെങ്കിലും മൊത്തത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ സ്ട്രാറ്റജി അടിപൊളിയാണ്, സൂപ്പറാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് നേരിട്ട് പറയേണ്ട കാര്യങ്ങളില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട്. എൻ്റെ ഉത്തരം മുഴുവൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലുണ്ട്. അത്രയും കണ്ടിട്ടും വിശ്വാസമായില്ല എന്നുള്ള ആളുകൾ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക. വിശ്വാസമുള്ളവർക്ക് വിളിക്കാം. പിന്നെ ഈ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ ലൈവ് റൂമിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോ. ഞാൻ പ്രൂവ് ചെയ്യാനായിട്ട് 100% തയ്യാറാണ്. ഈ ഒരു സ്ട്രാറ്റജിയിലാണ് എൻ്റെ സക്സസ്ഫുൾ ജേർണി, അല്ലെങ്കിൽ ഈ വ്യൂ അക്യുറേറ്റ് ആണെന്നുള്ള കാര്യത്തിൽ പ്രൂവ് ചെയ്യാൻ 150% ഞാൻ തയ്യാറാണ്. താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
അതേപോലെ ഈ മാസത്തെ ആഗസ്റ്റ് മാസത്തെ ലൈവ് റൂം നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ലിങ്കൊക്കെ ട്രേഡേഴ്സ് ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈവ് ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലാണ് ലൈവ് റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെൻ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമയം ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. 15 മിനിറ്റായി എങ്കിലും പറയാം. പല ആളുകളും ഡിപ്രഷനൊക്കെ വന്ന ആളുകളുണ്ട്, നാട് വിട്ട ആളുകളുണ്ട്. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ 1.5 വർഷമായിട്ട് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തിനാണ് വിളിക്കാൻ പറയണതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ട്രേഡിങ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി പോകുന്ന ആളാണോ, അതനുസരിച്ചിട്ട് വേണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാനൊരു വ്യക്തിയെ അങ്ങോട്ട് പുറകെ വിളിച്ചിട്ട് ഓഫർ ക്ലോസിങ് സൂണെന്ന് ഞാൻ ഒരാളോടും പറയാറില്ല. താല്പര്യമുള്ളവർ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ വരാം, ലൈവിലേക്ക് വരാം. എനിക്കത്ര പറയാനുള്ളൂ. ഞാനതൊരു ബിസിനസ്സായിട്ട് പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.